നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് വളരെ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. വെള്ളപ്പോക്കിൻ്റെ അസുഖം. സ്ത്രീകൾ പലപ്പോഴും പറയാറുണ്ട് അവർക്ക് സ്ഥിരമായി വെള്ളപ്പോക്കുണ്ട് എന്നുള്ളത്. ഈ വെള്ളപ്പോക്കിനെ നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നാണോ? അല്ല. എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചാൽ വളരെ വിരളമായിട്ടാണെങ്കിൽ പോലും ഈ വെള്ളപ്പോക്ക് ഒരു ക്യാൻസറിൻ്റെ മുന്നോടിയായിരിക്കാം. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വെള്ളപ്പോക്കുണ്ടാകുന്നത്? ഈ വെള്ളപ്പോക്കെന്ന് പറയുന്നത് സാധാരണഗതിയിൽ, അതായത് ഒരു 15 വയസ്സ് തുടങ്ങി 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ നമ്മളുടെ ഹോർമോണുകൾ ശരീരത്തിലുണ്ടാക്കുന്ന യോനിഭാഗത്തും സെർവിക്സിലും ഉണ്ടാക്കുന്ന ഗ്രന്ഥികളുടെ വ്യത്യാസത്തിലാണ് ഈ വെള്ളപ്പോക്ക് വരുന്നത്. സാധാരണയായി ഇങ്ങനത്തെ വെള്ളപ്പോക്ക് കാണുന്നത് മാസക്കുളി തുടങ്ങുന്നതിന് മുമ്പെയോ അല്ലെങ്കിൽ മാസക്കുളി കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ അണ്ടോൽപാദനത്തിൻ്റെ സമയത്ത്, അതായത് മാസക്കുളി കഴിഞ്ഞ് ഒരു 14 ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും കാണുന്നത്. ഇതൊരു 2-3 ദിവസം നിൽക്കും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷനോ പുകച്ചിലോ ഒന്നും കാണുകയില്ല. വെള്ളപ്പോക്കിൻ്റെ കൂട്ടത്തിൽ ചൊറിച്ചിലോ പുകച്ചിലോ മറ്റോ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഒരു അണുബാധയുടെ ലക്ഷണമാണ് എന്നുള്ളതാണ് ഒന്ന്. ഇനി ആ വെള്ളപ്പോക്കിൻ്റെ കൂട്ടത്തിൽ രക്തത്തിൻ്റെ അംശമുണ്ടാകുന്നു എങ്കിൽ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ മുഖം സെർവിക്സിലെ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ടാണ്. ഈ സെർവിക്സിലെ വ്യത്യാസങ്ങൾ എപ്പോഴും ക്യാൻസർ ആകണം എന്നില്ല. സെർവിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാൻസർ വരുന്നതിന് 10 വർഷം മുമ്പ് ഈ കോശങ്ങളിൽ വ്യത്യാസമുണ്ടാവും. ആ കോശങ്ങളിൽ വ്യത്യാസമുണ്ടാകുമ്പോഴാണ് അത് ഈ വെള്ളപ്പോക്ക് ഉണ്ടാക്കുന്നതും അതിൽ രക്തത്തിൻ്റെ അംശം കലരുന്നത്. ഇങ്ങനെയുള്ള ആ വെള്ളപ്പോക്കുകളൊക്കെ ചിലപ്പോൾ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ജോലി ചെയ്യുമ്പോഴോ ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. ഗർഭപാത്രത്തിൻ്റെ മുഖം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് നോക്കിക്കണം. അതിൽ നിന്ന് ഒരു സ്മിയർ ടെസ്റ്റ് എടുക്കുകയും വേണം. അല്ല, വെള്ളപ്പോക്ക് അണുബാധ കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ യോനിഭാഗത്ത് മരുന്നുകൾ ഇടുകയും വളരെ ലളിതമായിട്ട് തന്നെ ഗുളികകൾ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഒരു വെള്ളപ്പോക്ക് അത് എനിക്ക് സ്ഥിരമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിരിക്കാതെ അത് അണുബാധ കൊണ്ടാണോ അതോ ഗർഭപാത്രത്തെ മുഖത്തിന് ക്യാൻസറോ മറ്റോ വരാനുള്ളതിൻ്റെ മുന്നോടിയാണോ എന്നും നമ്മൾ നോക്കി അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം.